ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന തുവരപ്പരിപ്പും കൊണ്ടാണ് ഞാൻ ഈ പരിപ്പോട ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് തുവരപ്പരിപ്പ് ഞാനൊരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണിത്. അതിൽ നിന്നൊരു 3 സ്പൂൺ മാറ്റി വയ്ക്കാം. ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പരിപ്പ് വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അരച്ചെടുക്കുന്നത്. അധികം അരഞ്ഞു പോവാത്ത രീതിയിലാണ് നമ്മൾ പരിപ്പ് അരച്ചെടുക്കാൻ പോകുന്നത്. ഒരു തണ്ട് കറിവേപ്പില, 3 വറ്റൽമുളക്, ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അധികം അരഞ്ഞു പോകാത്ത രീതിയിലൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു പരുവത്തിനാണ് എടുക്കേണ്ടത്. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു സവോളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. പകുതി നമ്മൾ അരയ്ക്കാൻ നേരത്ത് പരിപ്പിൻ്റെ കൂടെ ചേർത്താണ് അരച്ചെടുത്തേക്കുന്നത്. ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 6 ചുവന്നുള്ളി അരിഞ്ഞതാണിത്, അതും കൂടി ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക്, 1/2 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ കായപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കയ്യിൽ കുറച്ച് മാത്രം വെളിച്ചെണ്ണ തേക്കാം. എന്നിട്ട് ഇങ്ങനെ കൈയുടെ ഉള്ളിൽ വെച്ചൊന്ന് പതിയെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു അളവിനാണ് എല്ലാം പരത്തിയെടുത്തിരിക്കുന്നത്. അടുപ്പത്ത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ വെച്ച ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ഏറ്റവും കുറച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഉള്ളു വേവില്ല. ഈ ഒരു കളറായി കഴിയുമ്പോൾ എടുക്കാം. പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും അത് നല്ല സോഫ്റ്റായിട്ടും നല്ല രുചിയായിട്ടും വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. താങ്ക് യു.